ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആദ്യം ഒരു പസിൽ ടാസ്ക് കൊടുത്തതിന് ശേഷം 3 വ്യത്യസ്ത ടാസ്കുകൾ കൊടുത്തിട്ടാണ് ഒനീലിനും ലക്ഷ്മിക്കും നെവിനും ബിഗ് ബോസ് നല്ല ഒന്നാമത്തെ പണി കൊടുത്തത് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരോ പണിയും വ്യത്യസ്തമായിരുന്നു. നെവിന്റെ ടാസ്ക് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് അതിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ടീ ബാഗ്സ് ഓരോന്നും ഓരോ ദിശയിലേക്ക് പോകണം. അപ്പുറത്ത് കിടക്കുന്ന ഇപ്പുറത്തെ സൈഡിലോട്ടും ഇപ്പുറത്ത് കിടക്കുന്ന അപ്പുറത്തെ സൈഡിലോട്ടും പോകണം. അതായിരുന്നു ടാസ്ക്. ഒനീലിന്റെ ടാസ്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കണ്ടാൽ തന്നെ അതിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാവും. ഈ സ്ട്രിങ്സിലൂടെ ബോൾ ബക്കറ്റിൽ എത്തിക്കണം. ഒനീൽ ഒരുവിധം ഒപ്പിച്ചത് ചെയ്തു. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ലക്ഷ്മിയുടെ ടാസ്ക് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ഇത്തിരി എളുപ്പമുള്ള ഒരു ടാസ്ക്. ബോൾ ഊതി ഊതി ഓരോ ഗ്ലാസിന്റെയും മുകളിലായിട്ട് എത്തിക്കണം. ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടും ടഫായിട്ടും തോന്നിയത് നെവിന്റെ ആ ഒരു ടാസ്ക് ആണ്. നെവിന്റെ ശരിയായോ ഇല്ലയോ എന്നുള്ളത് ബിഗ് ബോസിനെ കൊണ്ട് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ആ ലെവൽ ടാസ്ക് ആണ് കൊടുത്തത്. അത് ഇവര് 3 പേരും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താലേ ഫാമിലീസിനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ. ഇവര് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ പസിൽ ഇവര് കംപ്ലീറ്റ് ചെയ്തു. 3 പേരും കംപ്ലീറ്റ് ചെയ്തു. ഒനീലാണ് ആദ്യം ചെയ്തത്. രണ്ടാമത്തെ ടാസ്ക് ലക്ഷ്മി ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തു. കാരണം കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഒനീലാണ് പിന്നെ രണ്ടാമത്തെ ടാസ്ക് തീർത്തത്. നെവിൻ അത്യാവശ്യം സമയം എടുത്തു. കാരണം ബിഗ് ബോസിനെ കൊണ്ട് മാത്രമേ അതിന്റെ അന്തിമ വിധി പ്രഖ്യാപിക്കാനായിട്ട് പറ്റത്തുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നെവിൻ അത്യാവശ്യം സമയം എടുത്താണ് ആ ഒരു ടാസ്ക് ചെയ്തത്. എന്നാലും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 3 പേരും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ വെളിയിലേക്ക്. ഈ ഫാമിലീസ് പ്രവേശിക്കാനുള്ള ആ ഒരു അവസാന ഫാമിലി റൗണ്ട് ആണ് നമ്മൾ കാണാൻ ബാക്കിയുള്ളത്. ഈ ആഴ്ചത്തെ ഫാമിലി റൗണ്ട് ഇതോടെ ഇവരുടെ 3 പേരുടെയും ഫാമിലീസ് വരുന്നതോടെ അവസാനിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.